ആ RX 100 ഇഷ്ടപ്പെട്ട ആളുകൾ അന്ന് ആ വണ്ടികൾ ഓടിച്ചിരുന്ന ആളുകൾക്ക് വണ്ടി ചെറുതാവണമെന്ന് ആഗ്രഹം. ഇത് ഒരുപാട് ദൂരം ഞാൻ ഓടിച്ചിട്ടില്ല, കുറച്ച് ദൂരം ഓടിച്ചിട്ടുള്ളൂ ബി ഫ്രാങ്ക്. എന്നാലും ആ ഓടിച്ച സ്ഥിതിക്ക് എനിക്ക് ഇത്രേ ഉള്ളൂ കാര്യം, എഞ്ചിൻ ഒരു ഇത്തിരി കൂടി RPM എത്തുമ്പോൾ വാൽവ് ഒന്നും കൂടി അങ്ങ് തുറക്കും, അപ്പോൾ കുറച്ചുകൂടി എയർ പോവും, അപ്പോൾ വീണ്ടും വണ്ടി വെടിന്തിയായിട്ട് പോകും. ഇവിടുന്ന് ലോക്ക് ചെയ്യുന്ന ഹാൻഡിലാണ് കേട്ടോ, അതൊരു പുതിയ കൗതുകമാണ്. സൗണ്ട് കേൾപ്പിക്കുന്ന ഒരു രസമാണ് ഇത് കാണിക്കുമ്പോൾ. ഓൺകോ ചൂഷിൻ എന്ന ജാപ്പനീസ് പഴഞ്ചൊല്ലിനെ അടിസ്ഥാനപ്പെടുത്തി പഴയ വണ്ടികളുടെ രൂപഘടനയോട് കൂടി എന്നാൽ പുതിയ ടെക്നോളജിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സീരീസാണ് XSR. ആ XSRൻ്റെ ഇന്ത്യയിലുള്ള വേർഷനാണ് XSR 155 എന്ന് വെച്ചാൽ വൈകി വന്ന വസന്തം എന്നൊക്കെ പറയാവുന്ന ഇതിലാണ്, കുറച്ച് വൈകി പോയി വണ്ടി എത്താനായിട്ട്. ഇതിനെ പുതിയ തലമുറ RX 100 എന്നും RX 135 എന്നൊക്കെ ആളുകൾ വിളിച്ചു കണ്ടു. അതൊരു പക്ഷേ ചെറിയ എഞ്ചിന് കൂടുതൽ പവർ എന്ന നിലയ്ക്കായിരിക്കും. എന്തായാലും ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നതും അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നതൊക്കെ RX 100-നേക്കാളൊക്കെ കാതങ്ങൾ അകലെയാണ്. ഇത് ഒരു റെട്രോ മോഡേൺ ഡിസൈനുള്ള വണ്ടിയാണ്. ഏറ്റവും ചെറിയ വണ്ടിയാണ് ഇന്ത്യയിലുള്ള ഈ ഒരു 155. അപ്പോൾ ഈ വണ്ടി കുറച്ച് കാലമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ഓടിക്കുകയാണ്, ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പങ്കുവയ്ക്കാം. അന്ന് ലോഞ്ചിന് കണ്ടപ്പോൾ പറഞ്ഞതിലുപരി ഒരിത്തിരി കൂടി കാര്യങ്ങൾ പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന നേക്കിഡ് രൂപമാണ് XSRന് അല്ലെങ്കിൽ XSR 155. ഇതിൻ്റെ മുന്നിലെ വട്ടത്തിലുള്ള ഹെഡ്ലൈറ്റും വട്ടത്തിലുള്ള മീറ്ററും ഒരു പൈപ്പ് ട്യൂബ് പോലുള്ളൊരു ഹാൻഡിൽ മാറും, അതിൻ്റെ മുകളിൽ സാധാ ഒരു ആർഭാടമില്ലാത്ത കണ്ണാടിയും ലിവറുകളും ഈ ഇൻഡിക്കേറ്ററും ഇവിടെ കൊടുത്തിട്ടുള്ള അലുമിനിയം ഇൻസേർട്ടും അപ്സൈഡ് ഡൗൺ ഫോർക്കും എല്ലാം തന്നെ ഇതിൻ്റെ മുൻവശത്തിൻ്റെ മാറ്റ് കൂടുന്നുണ്ട്. ഒറ്റ നോട്ടത്തിലൊരു കൗതുകം തോന്നുന്ന വിധത്തിലാണ് ഇതിൻ്റെ രൂപഘടന എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്ത ഈ ഒരു മഡ്ഗാർഡിന് കളർ വേറെയാണ്. നമ്പർ പ്ലേറ്റ് കുറച്ച് മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. ചില ആളുകളെങ്കിലും അത് താഴേക്ക് വയ്ക്കും, പക്ഷേ അപ്പോൾ അത് പൊങ്ങുമ്പോൾ തട്ടും. പിന്നെ ഈ വന്ന വണ്ടിക്ക്, നമ്മുടെ കയ്യിലുള്ള വണ്ടിക്ക് വീലിൻ്റെ കളർന്നുണ്ടോ, ഈ കളർ എന്ന് പറയുന്നത് എല്ലാ വണ്ടിക്കും ഈ കളറല്ല, പല കളർ കോമ്പിനേഷൻ പലതാണ്. ഇതിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, അത് വൈബ്രേറ്റ് ഡിസ്ക് ബ്രേക്കാണ്. ആ ഡിസ്ക് ബ്രേക്കിൻ്റെ കാലിപ്പറൊക്കെ കണ്ടില്ലേ. പിന്നെ ഇതിന് ABS ഡുവൽ ചാനലാണ്. മാത്രമല്ല അവിടെ റേഡിയേറ്റർ ഉണ്ട്. ഇത് ഒരു വാട്ടർ കൂൾഡ് വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ തന്നെ കാണാം. പിന്നെ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഉള്ള ഒരു ഫ്രെയിം, ഡെൽറ്റ ഫ്രെയിം എന്ന് പറയുന്നത് R15 ആണെന്നുള്ളതാണ്. MT-15 പോലെ ഈ വണ്ടിയും അജയിലാണ്, നിമ്പിളാണ് എന്നാണ് യമഹ പറയുന്നത്. ഓക്കെ, ഈ മുകളിലേക്ക് നോക്കിയേ, ഇവിടെ 2 കേബിളാണ് ത്രോട്ടിലിന്. കണ്ടോ, ഇത് ത്രോട്ടിൽ ബൈ വയറല്ല കേട്ടോ. പിന്നെ ഒരു ഹാൻഡിലിൻ്റെ ഒരു മുട്ടക്കത്ത് അത്ര വലിപ്പമൊന്നുമില്ല, എന്നാലും മുന്നിൽ നോക്കുമ്പോൾ ഒരു കൗതുകമുള്ള വണ്ടിയാണ്. ചെറുതാണ്, എന്നാൽ ഈ ചെറുപ്പമാണ് ഇതിൻ്റെ വലിപ്പം. ഒരു റെട്രോ ലുക്കിനുള്ള എല്ലാ എലമെൻറ്റും മുന്നിലുണ്ട്. പക്ഷേ ഈ അപ്സൈഡ് ഡൗൺ ഫോർക്ക് പോലെ, അതല്ലെങ്കിൽ ഈ LED ഇൻഡിക്കേറ്റർ പോലെ ഈ ഒരു പീസൊക്കെ മോഡേണാണ്. ഇപ്പോൾ വീല് നോക്കിയാൽ ഇത് 100 സൈസുള്ള വീലാണ്. 180 17 ഇഞ്ചാണ്. ഇവിടെ ഈ ഒരു അപ്സൈഡ് ഡൗൺ ഫോർക്കിൻ്റെ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു കൊടുത്ത ഫിനിഷ് കണ്ടോ, ഇതൊക്കെ ഒത്തിരി മോഡേണാണ്. ഈ ബ്രേക്കിൻ്റെ ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ ഈ ഒരു റേഡിയേറ്റർ കവർ ചെയ്യാനായിട്ട് ഗ്രില്ലൊന്നുമില്ല. ഈ ഉയർത്തി വെച്ച ഹാൻഡിൽ ബാറും ഇതിൻ്റെ മുകളിലെ സ്വിച്ച് ഗിയറുകളും ഇതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തോന്നിച്ചു. വട്ടത്തിലുള്ള ക്ലസ്റ്ററാണ്. ഈ ക്ലസ്റ്ററിൻ്റെ ഇരുവശത്തും നമുക്ക് 2 ബട്ടൺസ് കാണാം. ഈ ബട്ടൺസ് ഇങ്ങനെ ഞെക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബട്ടൺസിലൂടെ ടോഗിൾ ചെയ്യുമ്പോൾ ട്രിപ്പ് A, ട്രിപ്പ് B, അതല്ലെങ്കിൽ ആ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള സംഗതി, ഓടോ ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ആവറേജ് എഫിഷ്യൻസി ഉണ്ട്, പിന്നെ ആവറേജ് സ്പീഡ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ കാണാം. എന്തായാലും ചെറിയൊരു സ്ക്രീനിനകത്ത് ആവശ്യമുള്ളതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എക്സോസ്റ്റ് നോട്ട് ചെയ്യണ്ടേ. വലിയ ടാങ്കല്ല, ചെറിയ ടാങ്കാണ്. ഈ ടാങ്കിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ. ഈ ടാങ്കിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇത് പ്ലാസ്റ്റിക് പീസാണ്. അതിനകത്താണ് ടാങ്ക്. ഇവിടെ ഒരു അലുമിനിയം ഫിനിഷ് കൊടുക്കുന്നത്, ഗ്രേ ആട്ടോ. അതിൻ്റെ മുന്നിലായിട്ട് ഒരു കീ ഹോൾ കൊടുത്തു. ആ കീ ഹോളിലാണ് കീയും ഈ ഹാൻഡിൽ ലോക്ക് ചെയ്യാനുള്ള സംഗതിയും. അപ്പോൾ ഹാൻഡിൽ ലോക്ക് ചെയ്യുന്നത് ഇവിടുന്ന് ലോക്ക് ചെയ്യുന്ന ഹാൻഡിലാണ് കേട്ടോ. അതൊരു പുതിയ കൗതുകമാണ്, നല്ല ഒരു കാര്യമായിട്ട് കാണാം. പിന്നെ ഈ വണ്ടിയുടെ സീറ്റും ചെറിയൊരു സീറ്റാണ്. അത് പിന്നിലിരിക്കുന്ന ആൾ ഇത് പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ ഡ്രൈവർ അഗ്രസീവായ ഉറപ്പായിട്ട് നടപ്പും. അതായത് ഗ്രാബ് ഹാൻഡിലില്ല, ഗ്രാബ് ഹാൻഡിൽ വെക്കണം നമ്മൾ. ഈ ചെറിയ ടെയിൽ ലാമ്പും ഈ ഇൻഡിക്കേറ്ററുകളും പിന്നിലെ ആ ഒരു ഭംഗി കൂടുന്നുണ്ട് കേട്ടോ. ഇത് മുന്നിലെ പോലെ ആ ഒരു ഫിനിഷ് തന്നെയാണ്, ഗ്രേ ഫിനിഷാണ്. ഇങ്ങനെ താഴേക്ക് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് 2 റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, നമ്പർ പ്ലേറ്റ് കാണാം. ഓക്കെ, അത്ര കംഫർട്ടബിളായിട്ട് സീറ്റല്ല, തിരക്കിടില്ല എന്നേ പറയുള്ളൂ. പിന്നെ ഈ ടാങ്കിൽ എത്ര, അല്ലെങ്കിൽ ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്താ, XSR എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ ടാപ്പ് കാണാം, E20 ഉണ്ട്. വണ്ടിയുടെ മൊത്തത്തിലുള്ള ചെറുപ്പം നമുക്ക് ഈ ടാങ്കിൽ കാണാം കേട്ടോ. ഇതിനകത്ത് വെറും 10 ലിറ്ററേ കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ 10 ലിറ്റർ അടിച്ച് എത്ര കിലോമീറ്റർ ഓടിക്കാം? ഇത് R15 എഞ്ചിനുള്ള വണ്ടിയാണ്. 45 km/ലിറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ 450 കിലോമീറ്റർ കൂടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഡെൽറ്റ ബോക്സ് ഫ്രെയിം എന്ന് പറയുന്നത് R15 ഫ്രെയിമാണ്. 155 എഞ്ചിൻ എന്ന് പറയുന്നതും R15 എഞ്ചിനാണ്. ഈ എഞ്ചിൻ എന്ന് പറയുന്നത് MT-15 വന്നപ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു പ്രത്യേകത തോന്നി. ഈ എഞ്ചിൻ്റെ ഈ വണ്ടിയിലെ പവർ എന്ന് പറയുന്നത് 18.4 bhp ആണ്. കൂടാതെ 14.2 ന്യൂട്ടൺ മീറ്ററും
ഓക്കെ, നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു 155 എന്ന് പറഞ്ഞ എഞ്ചിന് വളരെ പ്രോമിസിംഗ് ആണ്. ഇതിന് VVA ഉണ്ട്. ഇതെന്ന് പറയുന്നത് വേരിയബിൾ വാൽവ് ടൈമിങ്ങുള്ള വണ്ടിയാണ്. അതിൻ്റെ മാത്രമല്ല മുകളിലായിട്ടുള്ള DOH ഉള്ള ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ റിലയബിൾ ആണ്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. ഇതിൻ്റെ മിഡ് റേഞ്ച് മുതൽ ടോപ്പ് എൻഡ് വരെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇതിന് ഹൈലൈറ്റ് എന്ന് പറയുന്നത് മൈലേജാണ്. അപ്പോൾ ഈ ഒരു കുറഞ്ഞ വലിപ്പവും കുറഞ്ഞ സൈസും വെച്ചിട്ട് നല്ലൊരു ഫ്യൂൽ എഫിഷ്യൻസി വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കുറവായിട്ട് കാണാൻ പറ്റിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഓക്കെ, ഈ പ്ലാസ്റ്റിക് പീസ് ഉണ്ടോ, ഇതിനുള്ള ഒരു കൂളൻ ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ആ ഒരു വീലിൻ്റെ മുകളിൽ ഡിസ്ക് ബ്രേക്ക് കാണാം. മുന്നിലെ 100 ആയിരുന്നെങ്കിൽ ഈ ഒരു വീലെന്ന് പറയുന്നത് 140 വലിയ വീലാണ്. അത് മാത്രമല്ല ഈ പെഗുകളൊക്കെ കണ്ടോ, അത് R15 സെയിം ഫുഡ് പെഗുകളാണ് ഇവിടെ നിൽക്കുന്ന ഒരു ഭാഗമാണല്ലേ. പിന്നെ ചെയിൻ കണ്ടോ, ചെയിൻ കവറും സാരി കാർഡും കാണുന്നുണ്ട്. ഇനി ഇവിടെ വന്ന് ഈ ഒരു എക്സോസ് നോക്കി, കാണാൻ ഭംഗിയുള്ള എക്സോസാന്ന് പറയാം. പ്ലാസ്റ്റിക് പീസാണ് മുകളിൽ വെച്ചിരുന്നത്. ഓക്കെ, ഇതിൻ്റെ കാഴ്ചക്കുള്ള ഭംഗി എങ്ങനെ, സൗണ്ട് എങ്ങനെയുണ്ട് ഒന്നുകൂടി കേൾപ്പിക്കാം. സൗണ്ട് കേൾപ്പിക്കുന്ന ഒരു രസമാണ് ഇത് കാണിക്കുമ്പോൾ. സ്വിംഗാമർ ഒത്തിരി വലുതാണ്, വീതി കൂടിയതാണ്. ഇവിടെ ഈ ഒരു ഡെൽറ്റ ഫ്രെയിം ഒന്നുകൂടി വൃത്തിയായിട്ട് കാണാം. XSR 155 എന്നുള്ള ഒരു സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. അത് രണ്ടിടത്തുണ്ട്. പിന്നെ ഈ ഒരു പൈപ്പൊക്കെ ഉണ്ട്. ഇത് ഡെൽറ്റ ഫ്രെയിമിൻ്റെ ഭാഗമാണ്, ഡെൽറ്റ ബോക്സ് ഫ്രെയിമിൻ്റെ ഭാഗമാണ്. ഇവിടെ ആ ഒരു ഫുഡ് പേക്ക് കാണാം. ഓക്കെ, 137 കിലോ ആണ് ഇതിൻ്റെ കെർബ് വെയിറ്റ്. കെർബ് വെയിറ്റ് എന്ന് പറയുമ്പോൾ കെർബിൽ നിൽക്കുന്ന വെയിറ്റാണ്, ഫ്യൂലില്ല, ആളില്ല, ഒന്നുമില്ലാണ്ട്. 170 മില്ലിമീറ്ററോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതൊത്തിരി കുറവായിട്ട് തോന്നി. ഹമ്പിലൊക്കെ ചാടുമ്പോഴേ ആ അടിഭാഗത്തെ പ്ലാസ്റ്റിക് പീസ് തട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അതിനകത്താണ് കൂളൻ ടാങ്ക് എന്ന് പറയുന്നത്. അത്ര പ്രശ്നമില്ല. എന്നാലും ഇതിനൊരു റൈഡിങ് പോസ്റ്റർ എന്ന് പറയുന്നത് ഈസി ടു റൈഡ് എന്നുള്ള കാര്യമാണ്. നമ്മളിരിക്കുന്ന ഇരിപ്പും ഇത് പിടിക്കാനുള്ള ഒരു എളുപ്പവും ഈസിനെസ്സും എല്ലാം വണ്ടി ഓടിക്കാൻ നല്ല രസമാണ്, സുഖമാണെന്ന് പറയാം. ഇവിടെ മീറ്റർ ക്ലസ്റ്റർ ഉണ്ടല്ലോ, വായിക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് ഏത് വെയിലത്തും വായിക്കാൻ പറ്റുന്നുണ്ട്. സ്വിച്ച് ഒക്കെ നല്ല ക്വാളിറ്റി വെച്ചു. മെറിറ്റ് ചീപ്പാണ്, ഒന്നും പറയില്ല. പിന്നെ 1,49,000 രൂപയ്ക്കാണ് ഈ വണ്ടി ഇറങ്ങിയേക്കുന്നത്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ബേസ് മോഡല് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ വണ്ടിക്കുണ്ട്. ഓക്കെ, ഡ്യൂക്കിൻ്റെ മോഡലുകളാണെങ്കിലും അതല്ല ഏത് അടുത്ത മോഡൽ നോക്കിയാലും ഒക്കെ 2 ലക്ഷം അടുപ്പിച്ചായിരിക്കും എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. ഇത് 155 ആയതുകൊണ്ട് തന്നെ ആ ഒരു CCയുടെ ഗുണം ഇതിൻ്റെ പ്രൈസിലും ഉണ്ട്. ഓക്കെ, വൈഡ് ഹാൻഡിൽ ബാറാണ്. ഇത് പിടിച്ച് ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഞാൻ ഈ കൈ വേദനയായിട്ടിരിക്കുകയാണ് എങ്കിൽ കൂടി ഇത് കുറച്ചൊക്കെ അങ്ങനെ ഓടിച്ചു. ഇത് ഒരുപാട് ദൂരം ഞാൻ ഓടിച്ചിട്ടില്ല, കുറച്ച് ദൂരം ഓടിച്ചിട്ടുള്ളൂ ബി ഫ്രാങ്ക്. എന്നാലും ആ ഓടിച്ച സ്ഥിതിക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിൻ്റെ ലോ ആൻഡ് ടോർക്ക് ഒത്തിരി കുറവായിട്ട് തോന്നി. പക്ഷേ R15 പോലെ അതല്ലെങ്കിൽ MT-15 പോലെ ഒരു 4000 RPM കഴിഞ്ഞാൽ പിന്നെ വെഡിങ് തീയായിട്ട് കയറി പോകുന്നുണ്ട്. അത് രസമായിട്ട് തോന്നി. ഈ ത്രോട്ടിലൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആണ്. ഈവൻ ദോ ഇത് ത്രോട്ടിൽ ബൈ വയറല്ല, കേബിളാണ്. എന്നാലും പിന്നെ ബ്രേക്കാണ് എടുത്ത് പറയാനുള്ളത്. ഇത്തിരി വെയിറ്റ് കുറവുള്ള വണ്ടിയാണ്, നിമ്പിളാണെന്നൊക്കെ പറയുമ്പോൾ ബ്രേക്കിങ്ങിൽ ഒത്തിരി പാനിക്കായി തോന്നും. പക്ഷേ ഇതിൻ്റെ ബ്രേക്ക് പിടിച്ചെടുത്താണ്. ഇതിന് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉണ്ട്. പിന്നെ ഇതിന് ABSകൾ മുന്നും പിന്നും കാണാം. അതായത് 12 ചാനൽ ABS ആണ്. അതൊക്കെ ഇതിൻ്റെ ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്മോക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കാം. പക്ഷേ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഈ ഡെൽറ്റ ഫ്രെയിമിൻ്റെ ഗുണം എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്, അജിലിറ്റിയാണ്. അത് R15 നമ്മൾ കണ്ടു, ട്രാക്കിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. MT-15 നമ്മൾ കണ്ടു, നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് ഈ വണ്ടിയുടെ കാര്യം. ഇത് 4 വാൽവ് DOHC VVA, അതായത് വേരിയബിൾ വാൽവ് ടൈമിങ്. ഇത്രയുള്ള കാര്യം. എഞ്ചിൻ ഒത്തിരി പെർഫോമൻസ് ആയി കഴിയുമ്പോൾ ഒരു കൂടി RPM എത്തുമ്പോൾ വാൽവ് ഒന്നുകൂടി അങ്ങ് തുറക്കും. അപ്പോൾ കുറച്ചുകൂടി എയർ പോവും. അപ്പോൾ വീണ്ടും വണ്ടി വെഡിങ് തീയായിട്ട് പോകും. അതാണ് അതിൻ്റെ ടെക്നോളജി. അത് R15 ഉണ്ട്. കാറുകളിലൊക്കെ ഓൾറെഡി ഉണ്ട്. നമ്മൾ വീട്ടിൽ ഹോണ്ട കാറുകൾ കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ആ ഒരു കാര്യം കാണാം. അപ്പോൾ ഓടിക്കാനായിട്ട് നല്ല രസമാണ് എന്നുള്ളതാണ്. നല്ല നിമ്പിളാണ്, നല്ല ഫണ്ണാണ്. ഒരു ഫൺ പാക്ക് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞൻ ബൈക്ക്. അതാണ് ഈ ഒരു XSR 155. പിന്നെ എന്താ വരാൻ വൈകി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് MT-15 വന്ന സമയത്ത് അല്ലെങ്കിൽ R15 കൂടെയൊക്കെ വണ്ടി വന്നിരുന്നെങ്കിൽ ഇതിന് കുറച്ചും കൂടി ചൂടൊപ്പം പോലെ വിറ്റ് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ വണ്ടികളുടെ ഒരു മഴ തന്നെ അല്ലെങ്കിൽ നിരത്തിലെ വണ്ടികളുടെ ഒരു ബഹളം തന്നെ ഉണ്ട്. അതിനിടയ്ക്ക് വരുമ്പോൾ ഈ വണ്ടിയെ വേറിട്ട് നിർത്താൻ എന്താണ് ഇതിൻ്റെ USP എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ എഞ്ചിൻ്റെ കാര്യം മാത്രമായിട്ട് പറയാൻ പറ്റുക. നല്ല പെർഫോമൻസ് ഉള്ള എന്നാൽ നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു 155cc എഞ്ചിനാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. പിന്നെ ട്രാക്കിൽ ഓടിക്കുന്നവർക്ക് ഡെൽറ്റ ഫ്രെയിമൊക്കെ ഉണ്ട് എന്നുള്ളത് പറയാം. പക്ഷേ ട്രാക്കിൽ ഓടിക്കാൻ ഇതിനേക്കാളും നല്ലത് എന്തായാലും R15 ആണ്. ഇതല്ല, അതായത് ഒരു നേക്കഡ് ബൈക്ക് എടുത്ത് ട്രാക്കിൽ ഓടിക്കേണ്ട കാര്യമില്ല. എന്തായാലും സിറ്റി യൂസിന് പറ്റിയ വണ്ടിയാണ്. ഹൈവേ യൂസിനും വലിയ കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യാനായിട്ട്. നല്ല സ്പീഡിലെടുത്ത് നല്ല പവർഫുള്ളായിട്ട് ഓടിക്കാൻ പറഞ്ഞ വണ്ടിയാണ്. ഫോർ എ 155cc. ഇപ്പോൾ ഞാൻ പറയുന്നത് 200cc അല്ലെങ്കിൽ 250cc അല്ലെങ്കിൽ 300cc ഒക്കെ ഉള്ള വണ്ടികളെ പോലെയല്ല. എന്നാലും ചെറിയ CC നിന്ന് ഏറ്റവും കൂടുതൽ പവർ എങ്ങനെ സ്ക്വീസ് ചെയ്യാമെന്ന് യമഹയ്ക്ക് അറിയാം. അത് യമഹ നമുക്ക് R15 കാണിച്ചു തന്നു. അത് MT-15 ആയിട്ട് നമ്മൾ കണ്ടു. ഇപ്പോൾ XSR ആയിട്ട് നമ്മൾ കണ്ടു. എനിക്ക് XSRൽ കാണുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് കാണാൻ ഒരു ഇരയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അതായിരിക്കും ഇത് വാങ്ങാൻ പോകുന്ന ആളുകളുടെ ഹൈലൈറ്റും. കാരണം ആ RX100 ഇഷ്ടപ്പെടുന്ന ആളുകൾ, അന്ന് ആ വണ്ടികൾ ഓടിച്ചിരുന്ന ആളുകൾക്കൊക്കെ വണ്ടി ചെറുതാവണമെന്ന് ആഗ്രഹം. ആ ആഗ്രഹത്തിന് പറ്റിയൊരു വണ്ടിയാണിത്. എന്നാൽ മോഡേൺ ടെക്നോളജീസ് ഉണ്ട്, കുറേയധികം കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ഇല്ലാത്തതായിട്ട് ടെക്നോളജി ഒന്നുമില്ല എന്ന് പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ വണ്ടി ഓടിക്കാൻ രസമാണ്, അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റാണ്, കാണാനും ഭംഗി. LED ഹെഡ്ലാമ്പാണ് കാഴ്ച തരുന്നത്. ഇട്ടത് രാത്രി ഓടിക്കാൻ ബുദ്ധിമുട്ടില്ല. കണ്ണാടി മാത്രം ഒന്ന് മാറ്റി ഏതെങ്കിലും ഒരു ഫാൻസി കണ്ണാടി വെച്ചാൽ അതും ആ പ്രശ്നം തീർന്നു. ഹാൻഡിൽ ബാറൊക്കെ കൊള്ളാം. ഹാൻഡിൽ ബാറിൻ്റെ പോസ്റ്റർ അല്ലെങ്കിൽ ഉയർത്തി വെച്ചേക്കുന്നത്
പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് പിടിക്കാനാണ്. എൻ്റെ കൈ കണ്ടോ ഇങ്ങനെ പിടിച്ച് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഫ്രീക്കന്മാർക്കാണെങ്കിലും ഇങ്ങനെ പിടിച്ച് ഓടിക്കാനും പറ്റുന്ന വണ്ടിയാണിത്. ഈ പെഗുകളൊക്കെ നമുക്ക് കാല് വയ്ക്കുമ്പോൾ നല്ല ഒരു രസം തരുന്നുണ്ട്. രസം എന്ന് പറയാൻ പറ്റുക, ഫൺ എന്ന് പറയാൻ പറ്റുക. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു നല്ല വണ്ടിയാണ് XSR 155. ഒരിത്തിരി അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു നല്ല വണ്ടിയാണ് XSR 155. വരാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ്. ലോ ആൻഡ് ടോർക്ക് ഒരിത്തിരി കുറവാണെന്നുള്ളതും ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ വേണമെങ്കിൽ കുറച്ചുകൂടി മുന്നേ വരേണ്ടതായിരുന്നു. എന്നാലും ബെറ്റർ ലേറ്റ് തന്നെ പറഞ്ഞല്ലേ. അങ്ങനെ XSR വന്നു, നമ്മൾ തന്ന് കണ്ടു, ഇതപ്പം ഓടിച്ചു. 149 എന്ന് പറഞ്ഞ എക്സ്ട്രോൺ പ്രൈസിന് ഇതൊരു വെൽ വർത്ത് വണ്ടിയാണെന്ന് തോന്നി. അതാണ് ഈ വീഡിയോയുടെ രത്ന ചുരുക്കം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഓൺ കോ ചു ഷിൻ എന്ന ജാപ്പനീസ് പ്രോവർബ്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്റ്റഡി ദ ഓൾഡ് ടു ബെറ്റർ ലേൺ ദ ന്യൂ എന്നുള്ളതാണ്.